ഹായ്, ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. കാരണം കുറച്ച് കുട്ടികൾ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 2 ജനറേഷനിലെ കുട്ടികളാണ്. സാധാരണ കുട്ടികൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയാൽ പോരാ. കാരണം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ IITians ആണ് നമ്മളെ കാണാൻ വന്നിട്ടുള്ളത്. യെസ്, അഡ്വാൻസിന്റെ റിസൾട്ട് വന്ന സമയത്ത് ഇപ്പൊ ഇവര് 3 പേരും ഈ വർഷത്തെ അഡ്വാൻസ്ഡ് ടോപ്പേഴ്സ് ആണ് അല്ലെ. പിന്നെ അപ്പൊ IIT-യിലേക്ക് കയറാൻ പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഇവർ 2 പേരാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസ്ഡ് ടോപ്പേഴ്സ് ആയിരുന്നു. അവർ IIT മദ്രാസിൽ ഏത് ബ്രാഞ്ചാണ് പഠിക്കുന്നത്? സിവിൽ എഞ്ചിനീയറിംഗ്, നാവൽ. ഓക്കെ, പഠിക്കാണ്. അപ്പൊ ഇത് പിന്നെ എന്താ പറയാ, സഹലാണ്. പിന്നെ പേര് പറയൂ, നവീദ്. അതോടൊപ്പം തന്നെ ഫൈസാൻ ഉണ്ട്, അതുപോലെ ആദിലുണ്ട്, അതുപോലെ എന്തുണ്ട്, നിസാമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവരെ നമ്മുടെ കുറച്ച് കുട്ടികളൊക്കെ നമ്മൾ ഈ വർഷത്തെ കുട്ടികളെ കണ്ടുകൂടാ. നമുക്ക് ഈ വർഷത്തെ കുട്ടികളെ കണ്ട് നമുക്ക് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാം അല്ലെ. ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. കാരണം അടുത്ത വർഷത്തെ IITians-നെ ഇവർ വന്ന് കാണുന്ന സമയത്ത് ഭയങ്കര മോട്ടിവേഷൻ, ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും നമ്മുടെ കുട്ടികൾക്ക്. തീർച്ചയായിട്ടും അല്ലെ. കാരണം ഇവരുടെ കാണുന്ന സമയത്ത് ഇപ്പൊ IIT-യിലെ അനുഭവങ്ങൾ കേൾക്കാൻ വേണ്ടി പറ്റും അല്ലെ. ഒരു വർഷത്തെ IIT അനുഭവങ്ങൾ, എന്തുകൊണ്ട് അവിടെ എത്തണം എന്നുള്ള ഒരു തോട്ട് ഒന്നും കൂടി അവർക്ക് സ്ട്രെസ് ആയി കിട്ടും. റെഡി. ഇനി ഇവരാണെങ്കിൽ പിന്നെ എന്താ പറയാ, ഇപ്പൊ പഠിച്ച പോകുന്ന ആളുകളാണ്. അതെ, റിസൾട്ട് ഒക്കെ ഇവർക്ക് ഒരു എക്സ്പീരിയൻസ് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതാണ്. യെസ്, തീർച്ചയായിട്ടും. അത് നിങ്ങൾ പരസ്പരം ഒന്ന് കൈമാറിക്കോളൂ കേട്ടോ. IIT എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ കൈമാറിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ബാക്കി ടീച്ചേഴ്സിനെ കാണാനുണ്ട് അല്ലെ, കുട്ടികളൊക്കെ കാണാനുണ്ട്. ഓക്കെ, വാ മക്കളെ, വാ. ബോർഡ് എക്സാം എഴുതിയ സെയിം ഇയർ തന്നെയല്ലേ എൻട്രൻസ് എഴുതിയത്? അപ്പോൾ ബോർഡ് എക്സാം ഇത് എങ്ങനെയാണ് ഒരേ ടൈമിൽ മാനേജ് ചെയ്തത്? ബോർഡ് എക്സാം മാനേജ് ആയി പോയുള്ളൂ. അതിപ്പോൾ നിങ്ങൾ മെയിൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് NCERT, പിന്നെ പ്രീവിയസ് ഇയർ, പിന്നെ എക്സ്ട്രാ ഗൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ NCERT അവിടെ നിങ്ങൾ പഠിക്കുന്നതാണ് പക്ക ആക്കുന്നുണ്ട്. പിന്നെ ക്ലാസ്സിൽ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് എന്ന രീതിയിൽ ഇപ്പോഴത്തെ ഇക്കൊല്ലം ഉണ്ടായ ഇപ്പം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, മറ്റേ +2-ൻ്റെ ഫിസിക്സ് പേപ്പർ ടഫാന്ന് പറഞ്ഞല്ലോ. അത് മെയിനായിട്ട് ചോദിച്ച എന്ന് വെച്ചാൽ എല്ലാ ചാപ്റ്ററിൽ നിന്നല്ല, മെയിനായിട്ട് ഫണ്ടമെൻ്റൽസ് എന്നാണ് ചോദിച്ചത്. അതിപ്പം ഒരു ഇപ്പോൾ നമ്മൾ നോർമൽ സ്കൂളിങ് നമ്മൾ JEE ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഫണ്ടമെൻ്റൽസ് പഠിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നോർമൽ സ്കൂളിങ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ടോപ്പിക് എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് പഠിക്കുക. ഇതിൽ നമ്മൾ ഫുള്ള് പഠിക്കുന്നതുകൊണ്ട് നമ്മൾക്ക് ഓൾമോസ്റ്റ് ബോർഡ് എക്സാമിൽ നല്ല രീതിയിൽ മാർക്ക് കിട്ടും എന്തായാലും. ഇത്രയും ഒരു വർഷം കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ ഇത്രയും കോൺസെപ്റ്റ് എല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി ആണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്തും എക്സാം എഴുതുന്നതിന് മുന്നേ നമ്മൾ ഇതെല്ലാം കൂടെ എക്സാം എഴുതുന്നതിന് ഇമ്മീഡിയറ്റ്ലി മുന്നേ അല്ല, നമ്മൾ ആ ഒരു ക്ലോസിങ് ഇൻ മന്ത്സിലും വീക്സിലും നമ്മൾ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് റിവൈസ് ചെയ്ത് എത്തിക്കുന്നത്. ലാസ്റ്റ് ഒരു 1 month ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ടോപ്പിക് റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു ഇതിൽ എത്തിയിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ നാളെ പെട്ടെന്ന് ഒരു ഫുൾ ടോപ്പിക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞാൽ റിവിഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിൽ നിങ്ങൾ വിചാരിക്കാം, ഞാൻ വെറുതെ എഴുതി നോക്കട്ടെ. എന്തായാലും മാർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നില്ല. മാർക്ക് വന്നാൽ സാറുമാർ എന്തെങ്കിലും ജസ്റ്റ് പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചില്ലായിട്ട് നിൽക്കും. അപ്പോൾ ലാസ്റ്റിലേക്കൊക്കെ ഫുൾ ടോപ്പിക് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ റിവിഷൻ പോലും ചെയ്യൂല. ഫുൾ ടോപ്പിക്സ് ഇങ്ങനെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം വരില്ല. എക്സാം എഴുതിയിട്ട് അതൊന്നും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം എന്തുകൊണ്ട് മിസ്റ്റേക്ക് പറ്റി, കോൺസെപ്റ്റ് ആണോ, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യാൻ അറിയാത്തതാണോ, അങ്ങനത്തെ മിസ്റ്റേക്സ് കണ്ടുപിടിച്ച് അനലൈസ് ചെയ്തിട്ട് ആ ഭാഗം ഫോക്കസ് ചെയ്യും. അങ്ങനെ ഒരു ലാസ്റ്റ് മന്ത് ഫുള്ള് നിങ്ങളൊരു കുറച്ചൊരു എക്സാം ചെയ്തപ്പോൾ തന്നെ ഏകദേശം എല്ലാം ക്ലിയർ ആയി സെറ്റായി. അങ്ങനെ നിങ്ങൾ ബുക്ക് ഫുള്ള് ഇരുന്ന് വായിക്കേണ്ട ആവശ്യം വരില്ല. കെമിസ്ട്രി ഇപ്പം ഓരോ സെക്ഷൻ ഉണ്ടല്ലോ, ഫിസിക്കലി, ഇൻഓർഗാനിക്, ഓർഗാനിക്. ഇപ്പം ഓരോരുത്തർക്ക് ഓരോന്ന് ടഫ് ആയിരിക്കുമല്ലോ. അപ്പം അതെങ്ങനെയാ മെയിനായിട്ട് അത് സ്ട്രോങ് ആക്കാൻ പറ്റുക? കെമിസ്ട്രി എല്ലാവരും പറയുന്ന ഈസി സബ്ജക്റ്റ് ആയിരിക്കും. പക്ഷേ കെമിസ്ട്രിയിൽ എന്ന് പറഞ്ഞാൽ മറ്റേ ഇതേമാതിരി നമ്മൾ കെമിസ്ട്രി ഇൻഓർഗാനിക് ആണെങ്കിൽ നമ്മളെ അവിടെ ഒരു മാത്തമാറ്റിക്കൽ സ്കിൽ നല്ലതാണ്. കാരണം ഇൻഓർഗാനിക് ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് കോൺസെപ്റ്റ് ഉണ്ട്, പ്ലസ് ഹൈലി കാൽക്കുലേഷൻ ആയിരിക്കും. വെച്ചാൽ അങ്ങനല്ല, ഡിവിഷനൊക്കെ ചിലപ്പോൾ തീരെ കിട്ടാത്ത നമ്പർ അത് റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഇതൊക്കെ ആയിരിക്കും കിട്ടുക. ചിലപ്പോൾ 6 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ എടുക്കും ഇത് പോകുമ്പോൾ ഫിസിക്കലായിട്ട്. പിന്നെ ഇൻഓർഗാനിക് എന്ന് പറയുമ്പോൾ മെയിൻലി ഓർഗാനിക് മെയിൻലി മെമ്മറൈസ് ചെയ്യാനാണ്. ഓർഗാനിക് ഫുള്ളി കംപ്ലീറ്റ്ലി മെമ്മറൈസ് ചെയ്യണം നിങ്ങൾ. അങ്ങനെ മെമ്മറൈസ് ചെയ്ത് അതിൻ്റെ എല്ലാ നെയിംഡ് റിയാക്ഷൻസും ടൈപ്പ് ഓഫ് റിയാക്ഷൻസും ഇതൊക്കെ പഠിക്കണം. അതിൽ പറഞ്ഞാൽ വീക്കായിട്ടുള്ളത് ഇത് പഠിച്ചു പോലാണ്. എന്നുവെച്ചാൽ മിനിമം ഉള്ള കാര്യങ്ങൾ നിങ്ങൾ നെയിംഡ് റിയാക്ഷൻസ് പഠിക്കുക,
പിന്നെ മറ്റേലാണെങ്കിൽ മറ്റേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു ലെവലിലേക്ക് എത്തും. കെമിസ്ട്രി ആയിട്ട് അതിൽ വീക്കാണെങ്കിൽ അതിന് കുറച്ചുകൂടി ടൈം കൊടുക്കണം. അത് ഏത് സബ്ജക്റ്റ് ആയാലും, മാത്സിൽ വീക്കാണെങ്കിൽ മാത്സിന് കുറച്ചുകൂടി ടൈം കൊടുക്കണം, കെമിസ്ട്രി വീക്കാണെങ്കിൽ കെമിസ്ട്രിക്ക് ടൈം കൊടുക്കണം. കെമിസ്ട്രി പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ന് പറഞ്ഞാൽ ടഫ് ആവൽ കുറവാണ്. ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ ഈസി ലെവലിലായിരിക്കും മിക്കവാറും കെമിസ്ട്രി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് എന്ന് പറയുമ്പോൾ ഓർഗാനിക് നെയിംഡ് റിയാക്ഷൻസ് എന്തായാലും പഠിക്കണം, അത് 100% പഠിക്കണം. പിന്നെ ഫിസിക്കൽ ആണെങ്കിൽ കാൽക്കുലേറ്റീവ് പാർട്ടാണ്, അതായിരിക്കും നിങ്ങൾക്ക് ഫിസിക്കൽ അങ്ങനെ ഇതായിട്ടൊന്നും ചോദിക്കൂല. നിങ്ങൾക്ക് ആ കാൽക്കുലേഷനിൽ ചെയ്യാനായിരിക്കും നിങ്ങൾ കുറച്ചുകൂടി. മറ്റേത് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് അറിയേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങൾക്ക് അറിയാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന നമ്പർ 191 ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന 192 ആയിരിക്കും. അതിലാണ് ഫിസിക്കൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് കാൽക്കുലേഷൻ, റിഗ്രസ് കാൽക്കുലേഷൻ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ വേറെ കാര്യം ചോദ്യം അല്ലാണ്ട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ +1 +2 ഒക്കെ ഇൻറ്റഗ്രേറ്റഡ് പഠിക്കുമ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു സ്കൂളിൽ അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. ഐ മീൻ എൻജോയ് ചെയ്യാനുള്ള ടൈമാണ് പോകുന്നത്. ബട്ട് വൺസ് നിങ്ങൾ IIT കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ആ ഒരു നല്ലൊരു ഫ്രണ്ട് ഗ്രൂപ്പിനൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ അടിപൊളിയാണ്. ഐ മീൻ ഇറ്റ്സ് വർത്ത് ഇറ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ കുറേ ആൾക്കാർ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കണ്ടിട്ട് ഓരിങ്ങനെ എൻജോയ് ചെയ്യുന്നത്, ഫെയർവെല്ല്, പിന്നെ ഓണം സെലിബ്രേഷൻ, അങ്ങനെയൊക്കെ കുറേ കാണും. ബട്ട് അൾട്ടിമേറ്റ്ലി വർത്താണ് IIT കിട്ടിക്കഴിഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഈവൻ നിങ്ങൾക്ക് IIT കിട്ടിയിട്ടില്ലെങ്കിലും ഇങ്ങനെ തോന്നാൻ പാടില്ല. ഐ മീൻ ഞാൻ എത്ര 2 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് IIT കിട്ടിയിട്ടില്ല, എന്നെക്കൊണ്ട് ഇനി ഒന്നും പറ്റില്ല, അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഈവൻ IITൻ്റെ ഡയറക്ടർ പോലും IITയിൽ കയറിയില്ല, എക്സാം ക്വാളിഫൈ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മാക്സിമം എക്സാമിന് ശേഷം നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. ഞാൻ എൻ്റെ എഫേർട്ട് ഇട്ടിട്ടില്ല, ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ പോട്ടെ. നമ്മൾക്ക് അങ്ങനത്തെ മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ എക്സാമിന് ടെൻഷൻ വരില്ല.